ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഡിസംബർ 20 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കോൺഫിഡൻസ് അത് മാറണമെങ്കിൽ അറിവ് വേണം. കൂടുതൽ അറിവ് ലഭിക്കുന്തോറും ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട് ആ പേഴ്സണാലിറ്റിയിലും അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസിലും. പക്ഷെ അതിന് വേണ്ട ഒന്നാണ് ടൈം. നമ്മൾ എത്രത്തോളം സമയമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നോളജ് കൂട്ടുന്നതിന് വേണ്ടി ചിലവഴിക്കുക, അതനുസരിച്ച് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം കാണാൻ സാധിക്കും. സോ നോളജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടത് സമയമാണ്, അതുപോലെ തന്നെ വേണ്ട ഒന്നാണ് താല്പര്യവും. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഡിസംബർ 20 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഭാരത് ഇൻഡിജിനസ് ആന്റി പെസ്റ്റിസൈഡ് സൂട്ട് ടു സേഫ് ഗാർഡ് ഫാർമേഴ്സ് ഹെൽത്ത്. കർഷകരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഭാരതത്തിന്റെ തദ്ദേശീയ കീടനാശിനി വിരുദ്ധ സൂട്ട്. ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്, അതായത് അഗ്രികൾച്ചർ ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ കീടനാശിനി വിരുദ്ധ ബോഡി സൂട്ടിന്റെ പേരെന്താണ്? കിസാൻ കവാച്ച്. കിസാൻ കവാച്ച് എന്ന ഒരു പുതിയ ബോഡി സൂട്ട്, കീടനാശിനി വിരുദ്ധ ബോഡി സൂട്ട് ആണത്. കീടനാശിനി എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് കിസാൻ കവാച്ച്. കവാച്ച് എന്ന പേര് നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്, അതായത് പ്രൊട്ടക്ഷൻ ആണത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ആയി ബന്ധപ്പെട്ട ഒന്നാണ് കവാച്ച്. അതായത് റെയിൽവേയുടെ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ, ട്രെയിൻ കൂട്ടിയിടിക്കുന്ന തടയാനും അതുപോലെ തന്നെ അതിന്റെ സേഫ്റ്റി അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് കവാച്ച്. ആ ഒരു കവാച്ച് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് കിസാൻ കവാച്ച്. കിസാൻ കവാച്ച് ആണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കീടനാശിനി വിരുദ്ധ ബോഡി സൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കീടനാശിനി വിരുദ്ധ ബോഡി സൂട്ട് കിസാൻ കവാച്ച് ആരാണ് പുറത്തിറക്കിയത്? കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ മിനിസ്റ്റർ ആണ് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കീടനാശിനി വിരുദ്ധ ബോഡി സൂട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. കർഷകരെ സംരക്ഷിക്കുന്നതാണ്. കാരണം ഓരോ കീടനാശിനിക്കും അതിന്റെ പവർ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമാണ്. ഇത്തരത്തിലുള്ള കീടനാശിനികൾ ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ബോഡിയിൽ അത് സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, ഇവയെ തടയുന്നതിന് വേണ്ടിയാണ് ഒരു ബോഡി സൂട്ട് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കീടനാശിനി വിരുദ്ധ ബോഡി സൂട്ടായ കിസാൻ കവാച്ച് ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത്? സെപിഒ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് ബ്രിക് ഇൻസ്റ്റം, ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് ബ്രിക് ഇൻസ്റ്റം. ഇതുമായി സഹകരിച്ച സെപിഒ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കിസാൻ കവാച്ച്, അതായത് കീടനാശിനിയിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോഡി സൂട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കീടനാശിനി വിരുദ്ധ ബോഡി സൂട്ടായ കിസാൻ കവാച്ചിന്റെ വില എന്താണ്? 4000 രൂപയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കീടനാശിനി ബോഡി സൂട്ട് ആയിട്ടുള്ള കിസാൻ കവാച്ചിന് വേണ്ടിയുള്ള ചെലവ്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ്. യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് കിസാൻ കവാച്ച് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു കീടനാശിനി വിരുദ്ധ ബോഡി സൂട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ന്യൂസ് ഹെഡിങ്ങിലേക്ക് പോകാം. മധ്യപ്രദേശ് വെൽക്കംസ് 10th ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ. 10ാമത് അന്താരാഷ്ട്ര വനമേളയെ മധ്യപ്രദേശ് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണിതും. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 17 മുതൽ 10ാമത് അന്താരാഷ്ട്ര ഫോറസ്റ്റ് ഫെയർ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ഭോപ്പാൽ. ഡിസംബർ 17 ദ 10th ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ ആരംഭിച്ചു, വനമേള ആരംഭിച്ചു. ഇത് ഭോപ്പാലിലാണ്. ഭോപ്പാൽ, ദ ക്യാപിറ്റൽ ഓഫ് മധ്യപ്രദേശ്. 10ാം അന്താരാഷ്ട്ര ഫോറസ്റ്റ് ഫെയർ ഏത് വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ചെറുകിട വന ഉൽപ്പന്നങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം. വുമൻ എംപവർമെന്റ് ആണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് വനമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്ന സ്ത്രീകൾക്ക് അവരുടെ പ്രൊഡക്ട്സ് വിപണിയിൽ എത്തിക്കുക, നല്ലൊരു വില ലഭിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് വുമൻ എംപവർമെന്റ് ബന്ധപ്പെട്ട ഈ ഒരു 10ാമത്തെ ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ ആരംഭിച്ചിട്ടുള്ളത് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഡിസംബർ 17 മുതൽ 23 വരെയാണിത്. 10ാം അന്താരാഷ്ട്ര ഫോറസ്റ്റ് ഫെയർ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മധ്യപ്രദേശ് ഗവർണറും മുഖ്യമന്ത്രിയും. മധ്യപ്രദേശിന്റെ ഗവർണർ ആണ് മാൻഗുഭായ് സി പട്ടേൽ. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് മോഹൻ യാദവ്. ഗവർണർ മാൻഗുഭായ് സി പട്ടേലും ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ് എന്നിവർ ഒരുമിച്ചാണ് മധ്യപ്രദേശിൽ 10ാമത്തെ ദ 10th ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഭോപ്പാലിൽ നടന്ന 10ാമത് അന്താരാഷ്ട്ര വനമേളയിൽ ഏത് രാജ്യത്തു നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത്? ശ്രീലങ്ക, നേപ്പാൾ, ഓസ്ട്രേലിയ. ഈ 3 രാജ്യങ്ങളിലെ റെപ്രസെന്റേറ്റീവ്സ് പങ്കെടുത്തിട്ടുള്ള
ഒരു മേളയാണ് ദ 10th ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ. ഇത് നടക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാൽ, അതായത് മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഭോപ്പാലിലാണ്. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശിന്റെ ഗവർണർ ആയിട്ടുള്ള മാംഗുഭായ് സി പട്ടേലും ചീഫ് മിനിസ്റ്റർ മധ്യപ്രദേശിന്റെ മോഹൻ യാദവ് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഭൂട്ടാൻ കൺഫേഴ്സ് റോയൽ ഹോണർ ഓൺ ദി ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് അരുൺ കപൂർ. ഇന്ത്യൻ വിദ്യാഭ്യാസ വിചക്ഷണൻ അരുൺ കപൂറിന് ഭൂട്ടാൻ രാജകീയ ബഹുമതി നൽകി. ഭൂട്ടാന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു രാജകീയ ബഹുമതി ഭൂട്ടാൻ ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള അരുൺ കപൂർ നൽകി ആദരിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രശസ്ത ഇന്ത്യൻ വിദ്യാഭ്യാസ വിചക്ഷണൻ അരുൺ കപൂറിന് ബുറ മാർക്ക് പതാങ്ക് എന്നിവ നൽകിയ രാജ്യം ഭൂട്ടാൻ. ഭൂട്ടാന്റെ ഒരു രാജകീയ ബഹുമതിയാണ് ബുറ മാർപ്പ്, അതായത് ചുവന്ന സ്കാർഫ്, മറ്റൊന്ന് ആചാരപരമായിട്ടുള്ള വാൾ പതാങ്ക്. ഇത് രണ്ടും ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള അരുൺ കപൂർ നൽകി ആദരിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസ വിചക്ഷണനായ അരുൺ കപൂറിനെ ബുറ മാർപ്പ് പതാങ്ക് എന്നിവ സമ്മാനിച്ച ഭൂട്ടാൻ രാജാവിന്റെ പേര് ജിഗ്മെ ഖേസർ നംഗ്യാൽ. ഭൂട്ടാന്റെ രാജാവാണ് ജിഗ്മെ ഖേസർ നംഗ്യാൽ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് ജിഗ്മെ ഖേസർ നംഗ്യാൽ. അദ്ദേഹമാണ് ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള അരുൺ കപൂറിന് രാജകീയമായിട്ടുള്ള ബഹുമതി, അതായത് ബുറ മാർപ്പും പതാങ്ക് നൽകി ആദരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള അരുൺ കപൂർ ഏത് രാജ്യത്താണ് സ്കൂളുകൾ തുറന്നത്? ഇന്ത്യ, ഭൂട്ടാൻ, ഒമാൻ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള അരുൺ കപൂറിന് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നൽകിയിട്ടുള്ളത്? കാരണം അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള സ്കൂളുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നൽകിയിട്ടുള്ളത്. ഇന്ത്യ, ഭൂട്ടാൻ, ഒമാൻ എന്നീ 3 രാജ്യങ്ങളിലാണ് അദ്ദേഹം സ്കൂളുകൾ തുറന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് രാജകീയ ബഹുമതിയായിട്ടുള്ള ബുറ മാർപ്പും പതാങ്ക് അരുൺ കപൂറിന് നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ വിചക്ഷണനായ അരുൺ കപൂറിന് ഭൂട്ടാൻ രാജാവ് ബുറ മാർപ്പും പതാങ്കും സമ്മാനിച്ചത് ഏത് ദിവസമാണ്? 117ാമത് ഭൂട്ടാനിസ് ദേശീയ ദിനം. ഭൂട്ടാന്റെ ദേശീയ ദിനമാണ് ഡിസംബർ 17. ഡിസംബർ 17 117ാമത്തെ ഭൂട്ടാനിസ് ദേശീയ ദിനത്തിലാണ് അരുൺ കപൂറിന് ബുറ മാർപ്പ് പതാങ്ക് എന്ന ഭൂട്ടാന്റെ ഏറ്റവും രാജകീയമായിട്ടുള്ള ബഹുമതി ജിഗ്മെ ഖേസർ നംഗ്യാൽ ഭൂട്ടാന്റെ കിങ് നൽകി ആദരിച്ചിട്ടുള്ളത്. ഒരു കറണ്ട് അഫയേഴ്സ് ആണ്, സൂര്യബാലാസ് നോവൽ വിൻസ് 34th വ്യാസ് സമ്മാൻ 2024. സൂര്യബാലയുടെ നോവൽ 2024 34ാമത് വ്യാസ് സമ്മാൻ വിജയിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 34ാമത് വ്യാസ് സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? ഹിന്ദി എഴുത്തുകാരി സൂര്യബാല. ഇപ്പൊ ഹിന്ദി റൈറ്റർ ആണ് സൂര്യബാല. ദ 34th വ്യാസ് സമ്മാൻ ലഭിച്ച നോവലിസ്റ്റ് ആണ് ഹിന്ദി എഴുത്തുകാരിയായിട്ടുള്ള സൂര്യബാല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 34ാമത്തെ വ്യാസ് സമ്മാൻ ആണ് സൂര്യബാലക്ക് ലഭിച്ചിട്ടുള്ളത്. ഹിന്ദി എഴുത്തുകാരി സൂര്യബാല ഏത് പുസ്തകത്തിനാണ് 2024 34ാമത് വ്യാസ് സമ്മാൻ നേടിയത്? കോൺ ദേശ് കോ വാസി വേണുക്കി ഡയറി. കോൺ ദേശ് കോ വാസി വേണുക്കി ഡയറി എന്ന പുസ്തകത്തിനാണ് ഹിന്ദി റൈറ്റർ ആയിട്ടുള്ള സൂര്യബാലയ്ക്ക് 34ാമത്തെ വ്യാസ് സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. വ്യാസ് സമ്മാൻ അവാർഡ് ഏർപ്പെടുത്തിയത് ഏത് സംഘടനയാണ്? കെ ബിർല ഫൗണ്ടേഷൻ. ഇപ്പൊ കെ ബിർല ഫൗണ്ടേഷൻ നൽകി വരുന്ന ഒരു അവാർഡ് ആണ് വ്യാസ് സമ്മാൻ. വ്യാസ് സമ്മാൻ അവാർഡ് ഏത് ഭാഷയിലെ എഴുത്തുകാർക്കാണ് നൽകുന്നത്? ഹിന്ദി. ഹിന്ദി ഭാഷയിലെ എഴുത്തുകാരും അതുപോലെ തന്നെ ആ പുസ്തകത്തിന് 10 വർഷത്തിന് പഴക്കം വരാത്ത, അതായത് പബ്ലിഷ് ചെയ്യാത്ത പുസ്തകത്തിനാണ് ഇത്തരത്തിലുള്ള അവാർഡ് നൽകുന്നത്. ഏറ്റവും പുതിയ പുസ്തകങ്ങൾ, അതായത് 10 വർഷം താഴെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾക്കാണ്, ഹിന്ദിയിലെ പുസ്തകങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള അവാർഡ് നൽകുന്നത്, അതായത് വ്യാസ് സമ്മാൻ നൽകുന്നത്. കെ ബിർല ഫൗണ്ടേഷൻ വ്യാസ് സമ്മാൻ അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1991. ഇപ്പൊ 1991 കെ ബിർല ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടുള്ള ഈ വർഷം 34ാമത്തെ വ്യാസ് സമ്മാൻ ആണ് എഴുത്തുകാരിയായിട്ടുള്ള സൂര്യബാലക്ക് ലഭിച്ചിട്ടുള്ളത്. അവരുടെ പുസ്തകമായിട്ടുള്ള കോൺ ദേശ് കോ വാസി വേണുക്കി ഡയറി എന്ന പുസ്തകത്തിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ഹെഡിംഗ് ആണ്, മൈനോറിറ്റീസ് റൈറ്റ് ഡേയ്സ് സെലിബ്രേറ്റഡ്. ന്യൂനപക്ഷ അവകാശ ദിനം ആചരിച്ചു. മൈനോറിറ്റി ഡേയ്സ് എന്താണ് ഇതിന്റെ തീം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഡിസംബർ 18. ഡിസംബർ 18-ാം തീയതിയാണ് എല്ലാ വർഷവും ന്യൂനപക്ഷ അവകാശ ദിനം, അതായത് മൈനോറിറ്റി റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ന്യൂനപക്ഷ അവകാശ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണ്? 1992. 1992 മുതലാണ് യുണൈറ്റഡ് നേഷൻ മൈനോറിറ്റി റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 2024 UN ന്യൂനപക്ഷ അവകാശ ദിനത്തിന്റെ തീം എന്താണ്?
വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക. പ്രൊമോട്ടിംഗ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രൊട്ടക്ടിംഗ് റൈറ്റ്സ്. ഇപ്പൊ എല്ലാ വർഷവും ഓരോ പ്രോഗ്രാംസിന് ഓരോ ദിവസങ്ങൾക്ക് തീം ഉണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യത്തെ മൈനോറിറ്റി ഡേയ്സ് ആയിട്ട് ബന്ധപ്പെട്ട തീം ആണ് പ്രൊമോട്ടിംഗ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രൊട്ടക്ടിംഗ് റൈറ്റ്സ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ഇന്ത്യയിലെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഇതിന്റെ ചെയർമാൻ ആണ് ഇക്ബാൽ സിംഗ് ലാൽപുര. എല്ലാ വർഷവും ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ ന്യൂനപക്ഷ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. 92 ഈ ഒരു ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു മാറ്റമുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.